ഹലോ, നിങ്ങൾ ചായ കുടിച്ചോ? ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊക്കെ ഉണ്ടോ? ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. എന്നാൽ ചായ കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമുണ്ടോ? തീർച്ചയായിട്ടും കുടിക്കാൻ നല്ല ചായ എവിടെ കിട്ടുന്നു അതുതന്നെയാണ് നല്ല സ്ഥലം. നമ്മൾ ഇപ്പോഴുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിലെ റിപ്പിൾ ടീയുടെ ചായ് ബസാർ ഔട്ട്ലെറ്റിലാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ചായയുടെ ഒരു മഹാലോകമാണ് ഈ റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റ്. വിവിധ തരം ചായകൾ നമുക്കിവിടെ ലഭിക്കും. ചായക്ക് ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. കണക്കുപ്രകാരം ഇന്ത്യയിൽ 88% പേർ വിവിധ തരത്തിൽ വിവിധ രൂപത്തിൽ ചായ കുടിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ 90% പേർ ദിവസേന ചായ കുടിക്കുന്നുണ്ട്. ഈ ഔട്ട്ലെറ്റിൽ നമുക്ക് പല തരത്തിലുള്ള ചായകൾ ലഭ്യമാണ്. സിനമൺ ടീ, ബ്ലാക്ക് കോഫി, ജിഞ്ചർ ടീ, മസാല ചായ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ചായകൾ നമുക്കിവിടെ ലഭിക്കും. നമുക്ക് മുൻകൂട്ടി പേയ്മെന്റെല്ലാം ചെയ്തുകൊണ്ട് ചായ വാങ്ങാം. ഇവിടെ ചായക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 15 രൂപയുടെ ചായക്ക് 15 മിനിറ്റ്, ഒരു അത്ഭുതം തന്നെ. ഒരു നല്ല ചായക്ക് വേണ്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാനും തയ്യാറാണ്. കൂടാതെ ചെറിയൊരു സ്നാക്സ് കൗണ്ടറും നമുക്കിവിടെ കാണാം. വായിൽ വയ്ക്കുമ്പോഴേക്കും അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ് ഇവിടെ ഉള്ളതിനെല്ലാം. ഈ ഔട്ട്ലെറ്റിൽ ഒരുപാട് പേർ വന്നു പോകുന്നുണ്ട്. നല്ല തിരക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ചായ കയ്യിൽ കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും ചായ് ബസാർ ഒന്ന് കണ്ടുവരാം. ഇത് തേയിലകളുടെ വലിയൊരു സാമ്രാജ്യമാണ്. വൈവിധ്യമാർന്ന തേയിലകൾ നമുക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ ഒരുപാട് ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ആദ്യം തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് എസെൻഷ്യൽ ഓയിലുകളുടെ ഒരു വലിയ കളക്ഷനാണ്. ടീ ട്രീ ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, ലാവൻഡർ ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, അങ്ങനെ ഒരുപാടുണ്ട്. കൂടാതെ ഈ ഓയിൽസിൻ്റെ എല്ലാം ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നിവയുടെ എല്ലാം ഒരു വിശദമായിട്ടുള്ള കുറിപ്പും നമുക്കിവിടെ കാണാം. ഇനി നമ്മുടെ ചായയുടെ ലോകത്തിലേക്ക് കടന്നാലോ? ഇവിടെ തേയിലകളെ ഒരുപാട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. മൂന്നാർ ഫൈനസ്റ്റ്, എവ്രിഡേ, ഗ്രീൻ ടീസ്, സിംഗിൾ ഒറിജിൻ ടീസ്, അരോമാറ്റിക്സ്, ഇങ്ങനെ മറ്റു പ്രത്യേകതകളുള്ളവയെല്ലാം ഓരോ കാറ്റഗറി ആയിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കൂടാതെ ചോക്ലേറ്റ്സിന്റെയും ചോക്ലേറ്റ് ഫ്ലേവറുള്ള പ്രൊഡക്ട്സിന്റെയും ഡിസ്പ്ലേയും നമുക്ക് കാണാം. ചായ എന്താണെന്നും വിവിധ തരം ചായകളുടെ പ്രത്യേകതകളും നമുക്കിവിടെ കുറിപ്പുകളായിട്ട് കാണാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റോസ്മേരിയും കുങ്കുമപ്പൂവും എല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ ഫ്രൂട്ട് ജാമും നമുക്കിവിടെ ലഭിക്കും. ചായയുടെ ഗുണം, മണം, കടുപ്പം, അതുപോലെ തന്നെ എത്ര അടി ഉയരത്തിലാണ് തേയില ഉണ്ടാവുന്നത്, ഇവയെല്ലാം അടിസ്ഥാനമാക്കി വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് തേയിലയെ തരംതിരിച്ചിരിക്കുന്നത്. ഈ ഒരു തരംതിരിവ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചായയിലെ പുതിയ രുചികൾ തേടുന്നവർക്ക് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. നമ്മൾ ഇവിടെ വരുമ്പോൾ സാവകാശം സമയമെടുത്തു വേണം ഈ തേയില ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങാനായിട്ട്. കാരണം ഇത്രയും തരം തിരിവുകൾക്കിടയിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയമെടുക്കും. ചായയുടെ പുതിയ രുചികൾ തേടുക എന്നതിലുപരി ഇതിൻ്റെ വൈവിധ്യങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതും ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണ്. തേയിലയുടെ ഒരുപാട് പാക്കറ്റുകൾ ചെറുതും വലുതുമായി നമുക്കിവിടെ കാണാം. ഒരുപാട് ഓഫേഴ്സും ഉണ്ട്. അതുപോലെ ഇവരുടെ പാക്കിംഗ് വളരെയധികം അട്രാക്റ്റീവാണ്. ചെറിയ പാക്കറ്റുകളിലും ബോട്ടിലുകളിലും ഒക്കെ ആയിട്ട് ഒട്ടനവധി ഫ്ലേവേഴ്സിൽ നമുക്കിവിടെ തേയില ലഭിക്കും. ചായ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് കുടിക്കാനുള്ള ഒരു പാനീയം എന്നതിലുപരി സംതൃപ്തി നൽകുന്ന ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ ഇതൊരു മെഡിറ്റേഷനാണ്. ആസ്വദിച്ച് ഒരു കപ്പ് ചായ കുടിക്കുക. മധുരമിട്ടും ഇടാതെയും കുടിക്കുന്ന ചായകൾ, ചൂടോടെയും ഐസ് ഇട്ടും കുടിക്കുന്ന ചായകൾ, മുല്ലപ്പൂവിൻ്റെ മണമുള്ള ചായ, റോസ് പൂവിൻ്റെ ഇതളുകളിട്ട ചായ, ഏലയ്ക്ക് പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളിട്ട ചായ, പാൽ ചേർത്തും ചേർക്കാതെയും കുടിക്കുന്ന ചായകൾ. ചായയുടെ ലോകം വളരെയധികം വ്യത്യസ്തമാണ്. അത് ഓരോ നാടുകളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. നാടേതായാലും ചായ ഒരു വികാരമാണ്. അത് മറ്റൊരു രീതിയിൽ സന്തോഷം കണ്ടെത്തലാണ്. ഒരു കപ്പിലെ ഓരോ സിപ്പും ചുണ്ടിൽ നുണയുമ്പോൾ അത് ആത്മസംതൃപ്തിയാണ് കണ്ടെത്തുന്നത്. ചായയ്ക്ക് ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അത് ഓരോ ചായയിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ ടീക്കും ബ്ലാക്ക് കോഫിക്കും, അങ്ങനെ എന്തിനധികം പറയുന്നു, ഓരോ ചായയ്ക്കും
ഓരോ ഗുണങ്ങളാണ്. ഇവിടെ ഗ്രീൻ ആപ്പിൾ, ലെമൺ, ലിച്ചി, പീച്ച് എന്നീ ഫ്ലേവറിലുള്ള ബ്ലാക്ക് ഐസ്ഡ് ടീ ലഭിക്കും. ഇതെല്ലാം പലർക്കും പുതിയ അറിവായിരിക്കും. അങ്ങനെ ചായയുടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് റിപ്പിൾ ടീയുടെ ഈ ഔട്ട്ലെറ്റ്. മലയാളികൾക്ക് ചായ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാനീയമാണ്. പലരും ബെഡ് ടീയിൽ നിന്നുമാണ് എഴുന്നേൽക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ട മുഴുവൻ എനർജിയും ആവാഹിക്കുന്ന കൂട്ടരുമുണ്ട്. രണ്ടുപേർ തമ്മിലുള്ള പരിചയം പുതുക്കുന്നത് ചായയിലൂടെ. പല പരിപാടികളും തുടങ്ങുന്നത് തന്നെ ചായയിലൂടെ. ചിലർ ക്ഷീണം അകറ്റുന്ന ചായയിലൂടെയാണെങ്കിൽ ചിലർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ചായ വേണം. എന്തിനധികം പറയുന്നു, പലർക്കും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വരെ ഒരു ചായ വേണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് ഒരു കപ്പ് ചായ കൊണ്ട് കഴിയുന്നു. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഒരു ശരാശരി മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാനീയമായി മാറിയിരിക്കുകയാണ് ചായ. ലോകത്തിൽ 23% തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആസാമും ഡാർജിലിംഗുമാണ് ചായ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏകദേശം 15 മിനിറ്റിലേറെയുള്ള കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചായ കൈകളിലെത്തി. ഇതുപോലുള്ള ഷുഗർ ക്യൂബ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് ഓരോ ഷുഗർ ക്യൂബായി ഇട്ടുകൊടുക്കാം. ഔട്ട്ലെറ്റിൽ എല്ലാവരും ആസ്വദിച്ച് ചായ കുടിക്കുകയാണ്. ഇവിടെ നിന്നും ഒരു ചോക്ലേറ്റ് മഫിൻ വാങ്ങിയിരുന്നു. വായിലിട്ടാൽ നമ്മൾ തന്നെ അലിഞ്ഞു പോകുന്ന രുചി. ഈ ചോക്ലേറ്റ് മഫിൻസിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ടിട്ടുണ്ട്. ചായ പോലെ തന്നെ ഒരു സെക്കൻഡ് ഞാൻ ഏതോ ലോകത്തിലെത്തി. ഒരു നല്ല ചായ ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. എല്ലാ ചായപ്രേമികൾക്കുമായി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.